പടം കാണാനായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ വെറുതെ വന്നിരുന്ന് അങ്ങ് കാണുക. ടെംപ്ലേറ്റ് ഏതോ 90-ാം കാലത്തുള്ള സ്റ്റോറിയാണ് ഇവർ എടുത്ത് വീണ്ടും വെച്ച് ചെയ്തിരിക്കണം. പേരുമായിട്ടൊരു നീതി പുലർത്തുന്നില്ല. പിന്നെ ലാസ്റ്റൊക്കെ എന്തോ വിൻവെളി നായക പാട്ടൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഒരു രോമാഞ്ചം വരില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല, കൊള്ളൂല. ഇങ്ങനെ തന്നെ ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എ ആർ റഹ്മാൻ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഉൾപ്പൊയ്ക്കല്ല, കമലഹാസനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. എന്തൊക്കെ ഉണ്ട്, എത്ര വെടി വെച്ചാലും കൊന്നാലും ചാവാത്തൊരു ഹീറോ. ഇല്ല, ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഇതുവരെ ഈ കമലഹാസൻ്റെ സിനിമ ഇത്രയും പ്രതീക്ഷയിൽ പോയ, പക്ഷെ ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. പടം ഉള്ള പറഞ്ഞാൽ പൈസ ക്യാഷ് പോയതിന് പറയാം. കാരണം പല ഗാങ്സ്റ്റർ മൂവിയാണ്, പക്ഷേ പടം തന്നെ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. ഫസ്റ്റ് ഹാഫും പോരാ, സെക്കൻഡ് ഹാഫ് വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും കാണുന്നു, ഒന്നുമില്ല. എന്ന് വെച്ചാൽ സാറ് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഇട്ടേക്കുമല്ലോ, അതുപോലും ഇല്ല, ഒന്നുമില്ല. മോശമില്ല, പക്ഷേ പ്രതീക്ഷിച്ചത്രയില്ല. ഒന്നും പറയാനില്ല. കൊള്ളാം അടിപൊളിയാണ്. കൊള്ളാം. ഒരു ഇന്ത്യൻ 3 പടം ഉള്ള പറഞ്ഞാൽ പൈസ ക്യാഷ് പോയതിന് പറയാം. കാരണം പല ഗാങ്സ്റ്റർ മൂവിയാണ്, പക്ഷേ പടം തന്നെ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. പല പ്രാവശ്യം നമ്മൾ കണ്ട പല കഥകൾ പല പ്രാവശ്യം ഇതേപോലെ ഗാങ്സ്റ്റർ മൂവ് വന്നിട്ടുണ്ട്. അതിലൊന്ന് തന്നെ, പക്ഷേ നമുക്കൊന്ന് നമ്മൾ എൻഗേജിങ് തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് പോകുന്നുണ്ട്, സെക്കൻഡ് ഹാഫ് പട്ടം മോശമാണ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളില്ല. കൊള്ളൂല. ഇല്ല, ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഇതുവരെ ഈ കമലഹാസൻ്റെ സിനിമ ഇത്രയും പ്രതീക്ഷയിൽ പോയ, പക്ഷെ ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. ഇല്ല, ഒന്നുമില്ല. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫും പോരാ, സെക്കൻഡ് ഹാഫ് വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും കാണുന്നു, ഒന്നുമില്ല. എന്ന് വെച്ചാൽ സാറ് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഇട്ടേക്കുമല്ലോ, അതുപോലും ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല. ഒരിക്കലല്ല, കമലഹാസനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. എന്തൊക്കെ ഉണ്ട്, എത്ര വെടി വെച്ചാലും കൊന്നാലും ചാവാത്തൊരു ഹീറോ. നന്നായിരുന്നു. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. മോശമില്ല, പക്ഷേ പ്രതീക്ഷിച്ചത്രയില്ല. കുറച്ച് ലാഗാണ് പടം. പക്ഷേ സ്ക്രിപ്റ്റ് ആസ് ഹോൾ കൊള്ളാം, പക്ഷേ ഇത്തിരി ലാഗാണ് പടം. കാട്ട വരാതെ എനിക്കൊന്നും പറയാനില്ല. ആകെ ഇൻട്രോ മാത്രം ഇഷ്ടപ്പെട്ടു മണിരത്നത്തിൻ്റെ. ഇതെങ്ങനെ തന്നെ ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എ ആർ റഹ്മാൻ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഒട്ടും കൊള്ളൂല, ഉള്ള കാര്യം പറയാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. എല്ലാ കണക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകെ ഇൻട്രോ മാത്രം കൊള്ളാം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള. സെക്കൻഡ് ഹാഫ് എന്തൊക്കെ കാണിക്കണേ ആർക്കും അറിഞ്ഞൂടാ. ഇതിനെപ്പറ്റി അങ്ങനെ കണ്ടിരിക്കാൻ പോലും നല്ല ഉറക്കം വന്നു. കൊള്ളൂല, അഴുക്കപ്പെടാം. ഉറങ്ങിയാണ്, കൊള്ളൂല. വേറെ എന്തോ അത് പേരുമായിട്ടൊരു നീതി പുലർത്തുന്നില്ല. പിന്നെ ലാസ്റ്റൊക്കെ എന്തോ വിൻവെളി നായക പാട്ടൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഒരു രോമാഞ്ചം വരില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല, കൊള്ളൂല. ക്ലീഷേ ടെംപ്ലേറ്റ് സ്റ്റോറി, അതല്ല വേറെ ഒന്നുമില്ല. പടം കാണാനായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ വെറുതെ വന്നിരുന്ന് അങ്ങ് കാണുക. ടെംപ്ലേറ്റ് ഏതോ 90-ാം കാലത്തുള്ള സ്റ്റോറിയാണ് ഇവർ എടുത്ത് വീണ്ടും വെച്ച് ചെയ്തിരിക്കണം. പിന്നെ ആക്ടിംഗ് വൈസ് പറയുകയാണെങ്കിൽ അവരൊക്കെ ലെജൻഡുകളാണ്. അതുകൊണ്ട് അവർ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൈസ പോയെന്നല്ലാതെ വേറെ ഒന്നുമില്ല, പടത്തിലൊന്നുമില്ല. ഈ പേരിനോട് നീതി പുലർത്തിയിട്ടില്ല. തഗ് ലൈഫ് അയ്യോ, മാച്ചൊക്കെ ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. അവസാനം ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വിൻവിളി നായിക എന്നൊരു പാട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് അവിടെയൊക്കെ എന്ത് ഓറയാണ് ഇരിക്കുന്നത്. ഒന്നുമില്ല, പടം പോയി. ഇനി അടുത്ത കൂലി കാണാം.